നയം എൻവയോൺമെന്റൽ സോഷ്യൽ ഗവേണൻസ് അത് കേരളമാണ് അംഗീകരിച്ചത്. ദാവോസിലെ വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ കേരളത്തിന് കൂടുതൽ നിക്ഷേപ സാധ്യതകൾ തുറന്നിടുന്നതിന് സഹായിച്ചത് ഒരു പ്രധാന ഘടകം ഈ എൻവയോൺമെന്റൽ സോഷ്യൽ ഗവേണൻസിന്റെ പോളിസിയാണ്. അതുപോലെ തന്നെ നീതി ആയോഗിന്റെ SDG ഇൻഡെക്സിൽ തുടർച്ചയായി ഒന്നാമതെത്താൻ കഴിഞ്ഞു. നമുക്ക് വിവിധ നയങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞതും ഇതിന്റെ ഭാഗമാണ്. ലോജിസ്റ്റിക് പോളിസി, എക്സ്പോർട്ട് പോളിസി, ഗ്രഫീൻ പോളിസി, അവന്റെ തുടർച്ചയിൽ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ്. അതിൽ ഇപ്പോ ഏകദേശം 55,000 കോടി രൂപയുടെ നിക്ഷേപം നമുക്ക് യാഥാർത്ഥ്യമാക്കാനായിട്ട് കഴിഞ്ഞു. ഇതുകൂടാതെ ലോക സാമ്പത്തിക ഫോറത്തിൽ 1.18 ലക്ഷം കോടിയുടെ നിക്ഷേപ വാഗ്ദാനങ്ങൾ ലഭിച്ചു. അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് 1ാം വാർഷികത്തിന് ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചു. ഏകദേശം ഭൂമി ലഭ്യമായതിന്റെ 40% നമുക്ക് കൺസ്ട്രക്ഷൻ സ്റ്റേജിലേക്ക് എത്തിക്കാനായിട്ട് കഴിഞ്ഞു. അതുപോലെ സംരംഭക വർഷം 3 സംരംഭക വർഷം കഴിഞ്ഞപ്പോൾ 4 ലക്ഷത്തിലധികം ചെറിയ സംരംഭങ്ങൾ നമുക്ക് കേരളത്തിൽ ആരംഭിക്കാനായിട്ട് കഴിഞ്ഞു. അതും ഒരു പുതിയ മോഡൽ പ്രധാനമന്ത്രിയും അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനും അംഗീകരിച്ച ആ പുതിയ മോഡലിന്റെ ഭാഗമായി 4,06,606 പുതിയ സംരംഭങ്ങൾ, 27,158.64 കോടി നിക്ഷേപം, 8,66,162 തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുകയുണ്ടായി. അപ്പോ ഈ 5 വർഷം നോക്കുകയാണെങ്കിൽ 1 ലക്ഷം കോടി രൂപയിലധികമുള്ള നിക്ഷേപ വാഗ്ദാനങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൽ 27,158 കോടി രൂപ സൂക്ഷ്മ സംരംഭങ്ങൾ ഇയർ ഓഫ് എന്റർപ്രൈസസിന്റെ ഭാഗമായി, അതുപോലെ തന്നെ 55,000 കോടി രൂപ എന്നുള്ളത് നമ്മുടെ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിന്റെ ഭാഗമായും, ഏകദേശം 15,000 കോടി രൂപയുടെ നമ്മുടെ മീറ്റ് ദ ഇൻവെസ്റ്റർ പ്രോഗ്രാമിലൂടെ വന്നിട്ടുള്ള നിക്ഷേപം കൂടിയാണ്. അപ്പോൾ അതുകൂടാതെ നമ്മുടെ പാർക്കുകളിലേക്ക് വന്ന നിക്ഷേപമുണ്ട്. ഈ 3 കാറ്റഗറിയിൽ തന്നെ 97,858 കോടിയുടെ നിക്ഷേപങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് എത്തി. കുറെ ഉദ്ഘാടനം കഴിഞ്ഞു, പ്രൊഡക്ഷനിലേക്ക് എത്തി. മറ്റു പലതും നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. ഏകദേശം 1 ലക്ഷം കോടിയിലധികം രൂപയുടെ നിക്ഷേപങ്ങളാണ് യാഥാർത്ഥ്യത്തിലേക്ക് 5 വർഷം കൊണ്ട് നമുക്ക് എത്തിക്കാനായിട്ട് കഴിഞ്ഞത്. സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെ ഒപ്പം നിർത്തി ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രധാനപ്പെട്ട ചില സ്കീമുകൾ കൂടി നമ്മൾ ആവിഷ്കരിക്കുകയുണ്ടായി. മിഷൻ 1000 സംരംഭങ്ങളെ ശരാശരി 100 കോടി ടേൺ ഓവറുള്ള സംരംഭങ്ങളാക്കി മാറ്റുക. 1 ലക്ഷം കോടി ടേൺ ഓവർ. ഇപ്പോ പുതുതായി വളരെ ചെറിയ സംരംഭങ്ങൾ 50ഉം 60 ലക്ഷമൊക്കെ ടേൺ ഓവർ വാർഷികമുള്ള സംരംഭങ്ങളെ 1 കോടി ടേൺ ഓവറുള്ള സംരംഭങ്ങളാക്കി മാറ്റുക. മിഷൻ 1 ലാഖ്. 1 ലക്ഷം സംരംഭങ്ങൾ 1 കോടി ടേൺ ഓവർ ഉള്ളത്. രണ്ടും കൂടി 2 കാറ്റഗറിയിൽ വരുമ്പോൾ 2 ലക്ഷം കോടി ടേൺ ഓവറുള്ള സംരംഭങ്ങളാണ് കേരളത്തിലേക്ക് വരുന്നത്. ഇതുകൂടാതെ നമുക്ക് പരാതി പരിഹാര സംവിധാനം, സ്റ്റാറ്റ്യൂട്ടറി ഗ്രീവൻസ് റീഅഡ്രസൽ മെക്കാനിസം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. പിന്നെ നിലവിലുള്ള ഉണ്ടായിരുന്ന നിയമം ഭേദഗതി ചെയ്ത് 50 കോടി രൂപ വരെയുള്ള നിക്ഷേപമാണെങ്കിൽ 3.5 വർഷത്തേക്ക് പ്രിൻസിപ്പൽ അപ്രൂവൽ ഉടൻ തന്നെ ഓൺലൈനിൽ നൽകുന്ന സംവിധാനം ഏർപ്പെടുത്തി. 3.5 വർഷം കഴിഞ്ഞ് ലൈസൻസുകൾ നേടിയാൽ മതി എന്ന വ്യവസ്ഥ കൊണ്ടുവന്നു. വലിയ നിക്ഷേപങ്ങൾക്ക് മുഖ്യമന്ത്രി ചെയർമാനായും വ്യവസായ വകുപ്പ് മന്ത്രി കോ ചെയർമാനുമായും മറ്റ് പ്രധാന വകുപ്പുകളുടെ മന്ത്രിമാർ വൈസ് ചെയർമാൻമാരുമായുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ബോർഡ് നിയമസഭ പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചു. ചീഫ് സെക്രട്ടറി അധ്യക്ഷനും ഇൻഡസ്ട്രീസിന്റെ ചുമതലയുള്ള സെക്രട്ടറി കൺവീനറുമായിട്ടുള്ള എക്സിക്യൂട്ടീവ് സംവിധാനം നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു. ചെറുകിട വ്യവസായങ്ങൾക്ക് KSIDC വഴി 1,200 കോടി രൂപ വായ്പ നൽകാൻ കഴിഞ്ഞു. KSIDCക്ക് മലബാർ മേഖലയ്ക്ക് വേണ്ടി കോഴിക്കോട് പുതിയ സോണൽ ഓഫീസ് ആരംഭിച്ചു. ഇൻഫ്രയുടെ പുതിയൊരു ഓഫീസ് മട്ടന്നൂർ പാർക്കിനോട് ചേർന്ന് ഉത്തരമേഖലയ്ക്ക് വേണ്ടി അവിടെയും ആരംഭിക്കാനായിട്ട് കഴിഞ്ഞു. MSMEകൾക്ക് ഇൻഷുറൻസ് ഇല്ല എന്ന പ്രശ്നം വയനാടിന്റെ ഘട്ടത്തിൽ ഒന്നുകൂടി കാണുകയുണ്ടായി.
നമ്മുടെ ദുരന്ത നിവാരണ നിയമത്തിനകത്ത് സംരംഭങ്ങൾക്ക് നഷ്ടം സംഭവിച്ചാൽ പരിഹാരം നൽകാനുള്ള വ്യവസ്ഥകളില്ല. അതുകൊണ്ടാണ് സർക്കാർ പ്രത്യേകമായി മാനുഫാക്ചറിങ്ങിന് 20 ലക്ഷം രൂപയും സർവീസിന് 10 ലക്ഷം രൂപയും ട്രേഡിന് 7 ലക്ഷം രൂപയും നഷ്ടപരിഹാരം നൽകിയത്. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ 50% സർക്കാർ അടയ്ക്കുന്ന രൂപത്തിലുള്ള ഇൻഷുറൻസ് സ്കീം ഏർപ്പെടുത്തി. ഇതുകൂടാതെ 51 സ്വകാര്യ വ്യവസായ പാർക്കുകൾ, അത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അനുഭവമാണ്. ഏകദേശം 560 ഏക്കറോളം സ്ഥലം പുതുതായി വ്യവസായത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. കേരളത്തിലാകെ ഇതുവരെ 40ഓളം പാർക്കുകളാണ് സർക്കാർ സംവിധാനത്തിനകത്തുള്ളതെങ്കിൽ ഈ കാലയളവിൽ നമുക്ക് 51 പുതിയ സ്വകാര്യ പാർക്കുകൾ അതിൽ അനുമതി നൽകി 10 ഉദ്ഘാടനം ചെയ്തു, പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളതും ഉദ്ഘാടനത്തിന് സജ്ജമായി. 11 ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾക്ക് അനുമതി നൽകി. അതുപോലെ കിൻഫ്രയുടെ പാർക്കുകൾക്ക് ദേശീയ തലത്തിലുള്ള അംഗീകാരം കിട്ടി. നമ്മുടെ പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി സമയബന്ധിതമായി ഭൂമി ഏറ്റെടുക്കുന്നതിനും ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കാനും കഴിഞ്ഞു. നിർമ്മാണം ഇപ്പോൾ അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റു പൊതുമേഖലയിലാണെങ്കിൽ നമ്മൾ റിക്രൂട്ട്മെന്റ് ബോർഡ് കൊണ്ടുവന്നു. എല്ലാ പൊതുമേഖല ഡയറക്ട് ബോർഡിലും എക്സ്പെർട്സിനെ ബോർഡ് അംഗങ്ങളാക്കി. ഈ മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ 28 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലായി. ഈ വർഷത്തെ ഇതുവരെയുള്ള കണക്കെടുക്കുകയാണെങ്കിൽ 25 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ലാഭത്തിലായിട്ടുള്ളത്. ഇത് ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന നിരക്കാണ്. അതുപോലെ കേരള പേപ്പർ പ്രൊഡക്ട്സ് അതിപ്പോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലായി. നമ്മളിപ്പോ അതിന്റെ എക്സ്പാൻഷൻ 741 കോടിയുടെ എക്സ്പാൻഷൻ മുന്നോട്ട് പോവുകയാണ്. 400 കോടി മുതൽ മുടക്കിലുള്ള കേരള റബ്ബർ ലിമിറ്റഡ് അത് ഉദ്ഘാടനം ചെയ്തു. അവിടെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് തന്നെ 480 കോടിയുടെ നിക്ഷേപത്തിനുള്ള അലോട്ട്മെന്റ് നൽകുകയുണ്ടായി. 3000 കോടിയുടെ നിക്ഷേപമാണ് അവിടെ പ്രതീക്ഷിക്കുന്നത്. പരമ്പരാഗത വ്യവസായ മേഖലയിലും ശാസ്ത്രീയമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിദഗ്ധ സമിതി ശുപാർശകൾ നടപ്പിലാക്കാൻ കഴിഞ്ഞു. കെയർ മേഖലയിൽ കെയർ കോൺക്ലേവ് കൂടി സംഘടിപ്പിച്ചു. അതിന്റെ ഭാഗമായി ഇപ്പോ റിവോൾവിംഗ് ഫണ്ട് അവിടെ നടപ്പിലാക്കി. സമയബന്ധിതമായി സൊസൈറ്റികൾക്ക് ഫണ്ട് നൽകാൻ. പിന്നെ ചകിരിയുടെ പരിഹരിക്കാൻ 2 വർഷത്തിൽ 2 തവണ ടെൻഡർ വിളിക്കുന്ന രൂപത്തിൽ ഫൈബർ ബാങ്ക് ഇപ്പോൾ രൂപീകരിച്ചു. കോട്ടൺ മേഖലയിൽ കോട്ടൺ ബോർഡ് രൂപീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ടെക്സ്റ്റൈൽ മില്ലുകളും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. പല മില്ലുകളും നഷ്ടത്തിലായത് ഇപ്പോൾ ലാഭത്തിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ തന്നെയാണ് പുതിയ ഡിസൈനുകൾ കൈത്തറിയിലും കൊയറിലും നാഷണൽ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്ന് നമുക്ക് ആവിഷ്കരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കശുവണ്ടി മേഖലയിൽ സ്വകാര്യ വ്യവസായികൾക്ക് വേണ്ടി പ്രത്യേകമായ പാക്കേജ് നടപ്പിലാക്കി. സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ബാധ്യതകൾ ഒരു ഭാഗം സർക്കാർ ഏറ്റെടുത്തു. മോഡേണൈസേഷന് വേണ്ടി ഫണ്ട് അനുവദിച്ചു. അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ എടുക്കുമ്പോൾ 50 ലക്ഷം രൂപ വരെ സർക്കാർ നൽകുന്ന രൂപത്തിലുള്ള പദ്ധതി ആവിഷ്കരിച്ചു. സ്ത്രീകളുടെ തൊഴിലിടം മെച്ചപ്പെടുത്താൻ 5 കോടി രൂപ അനുവദിക്കുകയുണ്ടായി. ഷെല്ലിംഗ് മോഡേണൈസേഷന് വേണ്ടി 5 കോടി അനുവദിച്ചു. ഈ മാസങ്ങളിലെല്ലാം മുടക്കമില്ലാതെ തന്നെ തൊഴിൽ ഉറപ്പുവരുത്താൻ കഴിഞ്ഞു എന്നതും പ്രത്യേകം കാണേണ്ടതുണ്ട്. ഈറ്റ മേഖലയിലായിരുന്നു കുറച്ച് പ്രതിസന്ധി ഉണ്ടായിരുന്നത്. ഇപ്പൊ അതും പരിഹാരമായി. ബാംബു മിഷനും ബാംബു ബോർഡും ചേർന്നുള്ള സമഗ്രമായ പദ്ധതി താഴേക്ക് പരമ്പരാഗത തൊഴിൽ മേഖലയിലേക്ക് എത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബാംബു ബോർഡിന്റെ ജോയിന്റ് വെഞ്ചറുകൾ സാധ്യമായി. കെൽട്രോൺ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ടേൺ ഓവറുള്ള 1300 കോടിയിലധികം ടേൺ ഓവറുള്ള സ്ഥാപനമായി മാറി. റഷ്യ വിയറ്റ്നാം കമ്പനികളുമായിട്ട് ജോയിന്റ് വെഞ്ചറിലേക്ക് എത്തി. ഡിഫൻസ് മേഖലയ്ക്കകത്തും സ്പേസ് മേഖലയ്ക്കകത്തും കെൽട്രോണ് നല്ല സംഭാവന ചെയ്യാൻ കഴിഞ്ഞു. KMML പുതിയ ഘട്ടത്തിലേക്കാണ്. അവിടെ മോണോസൈറ്റിന്റെ വാല്യൂ അഡീഷന്റെ പദ്ധതിയുടെ തുടക്കമായി. ഒരു കോറിഡോർ അതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ മുന്നോട്ട് പോവുകയാണ്. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും നല്ല നിലയിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞു. പിന്നെ ഡയറക്ടറേറ്റിന്റെ നേതൃത്വത്തിൽ ആദ്യമായിട്ടാണ് ഒരു റിവേഴ്സ് ബയർ സെല്ലർ പദ്ധതി നടപ്പിലാക്കി. നിരവധി രാജ്യങ്ങൾ 24 രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികൾ അതിൽ പങ്കെടുത്തു. നമ്മുടെ ചെറിയ MSMEകൾക്കെല്ലാം ലോക വിപണിയിലേക്കുള്ള വാതിൽ തുറന്നു കൊടുക്കുന്നതിന് അത് സഹായകരമായി. കേരള ബ്രാൻഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. വെളിച്ചെണ്ണയ്ക്ക് കൊടുത്തതിന് ശേഷം 10 ഇനങ്ങൾക്ക് കൂടി നമ്മളിപ്പോ കേരള ബ്രാൻഡ് നൽകുകയാണ്. കയറ്റുമതിയിലും നമുക്ക് മുന്നേറാൻ കഴിഞ്ഞു. MSME മേഖലയിൽ 1 ലക്ഷം കോടി രൂപയേക്കാൾ അധികമായി ബാങ്കുകൾ നൽകുന്ന വായ്പ എന്നുള്ളത്. ഇപ്പൊ 48,000-ൽ നിന്ന് 1 ലക്ഷം കോടി രൂപയിലധികം
വായ്പ നമുക്ക് MSMEകൾക്ക് വേണ്ടി ബാങ്കുകൾ വഴി നൽകി എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഏറെക്കാലമായി അടഞ്ഞുകിടന്നിരുന്ന പെരുമ്പാവൂർ റയോൺസ് അവിടെ ഇലക്ട്രോണിക്സ് കമ്പനി ആരംഭിക്കാൻ കഴിഞ്ഞു. 23 വർഷമായി കാട് പിടിച്ച് കിടന്ന കെൽട്രോണിന്റെ മുളങ്കുമ്പത്തുകാവിലെ ലാൻഡ് അത് നമ്മളവിടെ സിമറ്റും കെൽട്രോണും ചേർന്നുള്ള ജോയിന്റ് വെഞ്ചറും സിമറ്റിന്റെ തനതായ പദ്ധതിയും അതിനുവേണ്ടി ഫണ്ട് നൽകുകയുണ്ട്. അതിനുവേണ്ടി പദ്ധതി അംഗീകരിച്ചു. ബ്രഹ്മോസിന്റെ പുതിയ പദ്ധതിക്ക് വേണ്ടിയുള്ള ലാൻഡ് ഇവിടെ നൽകി. കിൻഫ്രയ്ക്ക് 1000 കോടി രൂപയുടെ പുതിയ വായ്പയ്ക്ക് ഗ്യാരണ്ടി ആദ്യമായിട്ടാണ് ലാൻഡ് നേരിട്ടെടുക്കുന്നതിന് കിൻഫ്രയ്ക്ക് ഗവൺമെന്റ് ലാൻഡ് നൽകുന്നത്. ഖാദി ബോർഡും വളരെ നല്ല രീതിയിൽ പുതിയ ഡിസൈനുകൾ വന്നു. ഖാദി സാരികൾ, പുതിയ കുട്ടി കുപ്പായങ്ങൾ എല്ലാം തന്നെ നമുക്ക് വിപണിയിലേക്ക് ഇറക്കാൻ കഴിഞ്ഞു. അപ്പോൾ പൊതുവെ സംരംഭക സമൂഹത്തിന്റെ പൂർണ്ണമായ പിന്തുണ ഇതിനകത്തുണ്ടായി. മാധ്യമങ്ങളും നല്ല രീതിയിൽ പിന്തുണ നൽകിയിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പൊ ഈ 10 വർഷത്തിന്റെ തുടർച്ച പ്രധാനപ്പെട്ടതായിരുന്നു. ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റം ഒരു 5-10 വർഷം കൊണ്ട് കേരളത്തെ ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷനായി ESG ഇൻവെസ്റ്റ്മെന്റിന്റെയും ഹൈടെക് മാനുഫാക്ചറിംഗിന്റെയും ഒരു പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനാക്കി മാറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതെല്ലാം ചെറുതായി വിവരിക്കുന്ന ഒരു പുസ്തകമാണ് ഇപ്പോൾ ഇവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്നത്. ആദ്യ പേജിൽ ഒരു കറക്ഷൻ ഉള്ളത്. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് 53,365 കോടി രൂപയുടെയാണ് നമുക്ക് രൂപയുടെ നിക്ഷേപം യാഥാർത്ഥ്യമാക്കിയത്. അതിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. പ്രധാന നേട്ടങ്ങളിലെ പേജ് നമ്പർ 4 ഏഴാമത്തെ പോയിന്റ്. ഫോർത്ത് പേജ് ഏഴാമത്തെ പോയിന്റ്. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് 5 വിട്ടുപോയി. 53365 ആണ്. അവിടെ കൊടുത്തത് 3365 ആണ്. പ്ലാന്റേഷൻ മേഖലയിൽ ആദ്യമായിട്ട് നമ്മൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡയറക്ടറേറ്റ് രൂപീകരിച്ചു. അതിന്റെ തുടർച്ചയിൽ ലയം പദ്ധതി നടപ്പിലാക്കി. പുതിയ ലയങ്ങൾ നിർമ്മിക്കുന്നതിന് ഗവൺമെന്റ് 50% വഹിക്കും, മെയിൻ്റനൻസിനും 50% വഹിക്കുന്നതാണ്. അതിലിപ്പോ മൂന്നാർ മേഖല, അതുപോലെ തന്നെ പീരുമേട്, അവിടെയെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായിട്ടുള്ള ലയങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. മറ്റ് സ്ഥലങ്ങളിലും ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇതുകൂടാതെ ഒരു IIM കാലിക്കറ്റ് അവരുടെ ഒരു പഠനം നടന്നിരുന്നു. വിളകളുടെ വൈവിധ്യവൽക്കരണമാണ് അവരുടെ ശുപാർശ. അത് സംബന്ധിച്ച് നിയമ ഭേദഗതികൾ ആവശ്യമാണ്. അത് ബില്ലിലേക്ക് എത്തിയിട്ടില്ല എങ്കിലും അത് സംബന്ധിച്ച് തത്വത്തിൽ അത് സംബന്ധിച്ചുള്ള അംഗീകാരം റിപ്പോർട്ടിന് നൽകി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആദ്യമായി നമ്മൾ പ്ലാന്റേഷൻ എക്സ്പോ സംഘടിപ്പിക്കുകയുണ്ടായി. ഇന്ത്യയുടെ ടീ എക്സ്പോ കേരളത്തിലാണ് ആദ്യമായിട്ട് നടന്നത്.
കോൺഫറൻസ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തവണ നടന്നത്. അല്ല, മിക്കവാറും എല്ലാം നമ്മൾ മാറ്റി. റിപ്പീൽ ചെയ്യുന്നത് നൂറിലധികം നിയമങ്ങൾ റിപ്പീൽ ചെയ്തു. ഏറ്റവും അധികം ഭേദഗതികൾ വരുത്തിയത് നമ്മുടെ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിന് ശേഷം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ മന്ത്രിമാരുടെ യോഗം ചേരുകയുണ്ടായി. ആ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ വിവിധ വകുപ്പുകൾ നല്ല സഹകരണമാണ് നടപ്പിൽ വരുത്തിയത്. ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വരുത്തിയത് LSCD ആണ്. അവര് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ അത് ഭേദഗതി ചെയ്തു. ഇപ്പോൾ മുനിസിപ്പൽ ചട്ടങ്ങൾ ഇന്ന് സംസാരിക്കുമ്പോൾ ഇന്നോ നാളെയോ ആയിട്ട് അതും നോട്ടിഫൈ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതോടുകൂടി ഒത്തിരിയേറെ സങ്കീർണമായ നിർമ്മാണം, ലൈസൻസായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കെല്ലാം പഞ്ചായത്ത് തലത്തിൽ ഇപ്പോഴേ പരിഹാരമായി, മുനിസിപ്പൽ തലത്തിലും പരിഹാരമാകും. നമ്മൾ കൊണ്ടുവന്ന നിയമങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി ഗ്രീവൻസ് റീഅഡ്രസൽ മെക്കാനിസം കൊണ്ടുവന്നു. ഇതുകൂടാതെ നേരത്തെ ഒരു ഒമിനിബസ് ലെജിസ്ലേഷൻ പാസ്സാക്കിയിരുന്നു കഴിഞ്ഞ ഗവൺമെന്റ്. അതാണ് സിംഗിൾ വിൻഡോയിലേക്ക് എത്തിയത്. അതിന്റെ അമെന്റ്മെന്റ് കൊണ്ടുവരികയുണ്ടായി. ആ അമെന്റ്മെന്റിലാണ് 3 വർഷം എന്നുള്ളത് 3.5 വർഷമാക്കി. 3 വർഷം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ ബന്ധപ്പെട്ട ലൈസൻസുകൾ നേടിയാൽ മതി എന്നുള്ള ഭാഗം 3.5 വർഷത്തിനുള്ളിൽ നേടിയാൽ മതി എന്നാക്കി. അതേപോലെ തന്നെ പ്രിൻസിപ്പൽ അപ്രൂവൽ അത് ടെമ്പററി ബിൽഡിംഗ് നമ്പറായിട്ട് പരിഗണിക്കുന്നതിന് ചട്ടം ഭേദഗതി ചെയ്തു. മൂന്നാമത്തെ നിയമം നമ്മൾ കൊണ്ടുവന്നത് ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ ബോർഡ് രൂപീകരിക്കാനാണ്. 7 ദിവസത്തിനകം ലൈസൻസ് കൊടുക്കാൻ എല്ലാ രേഖകളോടും കൂടി അപേക്ഷ നൽകിയാൽ 7 ദിവസത്തിനകം കോമ്പോസിറ്റ് ലൈസൻസ് കൊടുക്കാവുന്ന നിയമം പാസാക്കി. ആ നിയമത്തിന്റെ തുടർച്ചയിൽ മുഖ്യമന്ത്രി ചെയർമാനായും നേരത്തെ പറഞ്ഞ പോലെ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ കോ ചെയർമാനായും റവന്യൂ, ഫിനാൻസ്, അതുപോലെ ടൂറിസം ഇങ്ങനെയുള്ള മന്ത്രിമാരെല്ലാം ഉപാധ്യക്ഷന്മാരായിട്ടുള്ള ഒരു ബോർഡ് നിയമപ്രകാരം രൂപീകരിച്ചു. അതേപോലെ തന്നെ കേരള സെൻട്രലൈസ് ഇൻസ്പെക്ഷൻ സിസ്റ്റം നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ റൈറ്റ് ടു സർവീസിന്റെ ഭാഗമായിട്ട് സേവനാവകാശ കമ്മീഷന്റെ രൂപീകരണവും സേവനാവകാശ നിയമവും അതും വ്യവസായ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന സഹായകരമാണ്. ചട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം വരുത്തിയത് ലാൻഡ് അലോട്ട്മെന്റിന്റെ ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു. 1960കളുടെ മുതൽ നിലനിന്നിരുന്ന പ്രശ്നമായിരുന്നു നമ്മുടെ സ്റ്റേറ്റുകളിൽ പട്ട, അതുപോലെ ലീസ്, ഹയർ പർച്ചേസ്, ഈ 3 കാറ്റഗറിയിലായിട്ടായിരുന്നു ഭൂമി നൽകിക്കൊണ്ടിരുന്നത്. അതിന് ഏകീകരണം വരുത്തി. ഉടമസ്ഥ അവകാശം കൈമാറുന്നത് സിംപ്ലിഫൈ ചെയ്തു. 25,000 രൂപ ഫീസ് അടച്ചാൽ ഉടമസ്ഥ അവകാശം കൈമാറാം. ആക്ടിവിറ്റി മാറുന്നത് പോലും കുറച്ച് കടുപ്പമായിരുന്നു, നേരത്തെ വർഷങ്ങൾ എടുക്കുമായിരുന്നു. അത് ഓൺലൈനാക്കി. 10,000 രൂപ അടച്ചാൽ ആ എസ്റ്റേറ്റ് വിൽക്കുന്ന സ്ഥലത്ത് എന്താണോ അനുവദനീയമായിട്ടുള്ള നിയമപ്രകാരം ആക്ടിവിറ്റിയിലേക്ക് മാറാനുള്ള വ്യവസ്ഥ അതിന്റെ ഭാഗമായി കൊണ്ടുവന്നു. കിൻഫ്ര KSIDC പാർക്കുകളിൽ പുതിയ ലീസ് പോളിസി കൊണ്ടുവന്നു. വലിയ നിക്ഷേപങ്ങളാണെങ്കിൽ 100 കോടിക്ക് മുകളിലാണെങ്കിൽ ലീസ് പ്രീമിയത്തിന്റെ 10% മാത്രം അടച്ചാൽ മതി. 2 വർഷം മൊറട്ടോറിയം, മൊത്തം 10 ഇൻസ്റ്റാൾമെന്റ് ആക്കി പ്രീമിയം അടച്ചാൽ മതി എന്ന വ്യവസ്ഥ കൊണ്ടുവന്നു. 50 കോടിക്ക് 100 കോടിക്കും 50നും 100 കോടിക്ക് ഇടയിലാണെങ്കിൽ 20% ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്, 2 വർഷം മൊറട്ടോറിയം, 5 ഇൻസ്റ്റാൾമെന്റുകൾ ടോട്ടൽ. 50 കോടിക്ക് താഴെയാണെങ്കിൽ 20% ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്, മൊറട്ടോറിയം ഇല്ല, 5 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ ആ പോളിസിക്കകത്തും നമുക്ക് മാറ്റം വരുത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് പ്രധാനമായി വന്ന ചട്ട ഭേദഗതികളും അതുപോലെ തന്നെ നിയമ ഭേദഗതികളും. പിന്നെ KSIDCയുടെ ബോർഡ് നമ്മൾ അതിന്റെ ഒരു ഫേസ് മാറി, ഒരു ഇൻഡസ്ട്രിയൽ ഫേസിലേക്ക് മാറി, ബോർഡ് പുനഃസംഘടിപ്പിച്ചു. ഇല്ല, അതിലിപ്പോ നമ്മൾ പറഞ്ഞതിനപ്പുറത്തേക്ക് പോകാൻ പറ്റിയെന്നുള്ളതാണ്. കാരണം 5 വർഷം നമ്മൾ ടാർഗറ്റ് ചെയ്തത് പ്രകടന പത്രികയിൽ പറഞ്ഞ മിക്കവാറും എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രായോഗികമാക്കാൻ കഴിഞ്ഞു. ഇനി നടപ്പിലാക്കാൻ ബാക്കിയുള്ളത് പ്ലാന്റേഷൻ സംബന്ധിച്ചുള്ള IIM റിപ്പോർട്ടിന്റെ ഭാഗമായി വിളകളുടെ വൈവിധ്യവൽക്കരണത്തിന് ഒരു നിയമ ഭേദഗതി കൂടി വരേണ്ടതുണ്ട്. റവന്യൂ വകുപ്പിൽ നിന്നാണ് ആ ഭേദഗതി വരേണ്ടത്. അത് ഇൻ പ്രിൻസിപ്പിളായിട്ട് അംഗീകരിച്ചിട്ടുള്ളതാണ്.
പക്ഷെ അത് നിയമസഭയ്ക്കകത്ത് അത് കൊണ്ടുവരാൻ പറ്റാതെ വന്നിട്ടുള്ളതാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ചിലത് ഞങ്ങൾ നേരത്തെ തന്നെ സ്വായത്തമാക്കാൻ കഴിഞ്ഞു. പല കാര്യങ്ങളും പുതിയ കാര്യങ്ങൾ പ്രകടന പത്രികയ്ക്ക് അപ്പുറത്തേക്ക് പോകാനും കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് വന്നിട്ടുള്ളത് അക്കാഡമിക ഇൻഡസ്ട്രിയൽ ലിങ്കേജ് ശക്തിപ്പെട്ടു. ഫുൾ ടൈം ഇന്റേൺഷിപ്പുകൾ കൊണ്ടുവന്നു. ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് അതിന്റെ ഭാഗമായിട്ട് വന്നു. ഇതൊന്നും പ്രകടന പത്രികയുടെ ഭാഗമായി വന്നതല്ല, നമ്മളല്ലാതെ പോയി. പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് കഴിഞ്ഞ ഗവൺമെന്റിന്റെ സമയത്തുള്ള പോളിസിയാണെങ്കിലും പ്രായോഗികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് പരിഹരിച്ചിട്ടാണ് നമുക്കിപ്പോ 51 പാർക്കുകളിലേക്ക് എത്താൻ കഴിഞ്ഞത്. സംരംഭക വർഷവും യഥാർത്ഥത്തിൽ മാനിഫെസ്റ്റോയുടെ ഭാഗമല്ല, പക്ഷെ MSME മേഖലയെ ശക്തിപ്പെടുത്താനായിട്ടുള്ള ധാരണയാണ് ഉണ്ടായിരുന്നത്. അത് നമുക്ക് നന്നായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. പൊതുവെ സംരംഭക സമൂഹം വളരെ സംതൃപ്തരാണ്. അത് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. നന്നായി നിക്ഷേപങ്ങൾ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ ഈ സംരംഭകർക്ക് ഒരു സന്ദേശം അയച്ചിരുന്നേ ഇത്തവണ. അപ്പൊ എല്ലാവരും വലിയ സംതൃപ്തിയിലായിരുന്നു. മുഖ്യമന്ത്രി തന്നെ ഒരു സന്ദേശം പുതുതായി ആരംഭിച്ച സംരംഭകർക്ക് ഇന്നിപ്പോ ഹൈക്കോടതി കണ്ടിട്ടുള്ള ഗുഡ് ഗവേണൻസ് എന്നാണ്. സന്ദേശങ്ങൾ അയക്കുന്നത് നല്ല ഗുഡ് ഗവേണൻസിന്റെ ഭാഗമാണ്. അപ്പൊ ഗവൺമെന്റിനെതിരെ കോടതിയിൽ പോകുന്നതിലെല്ലാം തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഒടുവിലത്തെ ഒരു ഉദാഹരണമാണത്. ഞങ്ങളും ഈ വ്യവസായം ആരംഭിച്ചവർക്ക് സന്ദേശം കിട്ടുമ്പോൾ അവർ വലിയ സംതൃപ്തിയിലാണോ, മുഖ്യമന്ത്രി തന്നെ ഞങ്ങളൊന്ന് അഭിനന്ദിച്ചല്ലോ സംരംഭം തുടങ്ങിയതിന്. അതെല്ലാം ഇപ്പൊ ഗുഡ് ഗവേണൻസിന്റെ ഭാഗമാണെന്ന് കോടതി തന്നെ. അപ്പൊ അനാവശ്യ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാതിരിക്കുക എന്നൊരു സന്ദേശം കൂടി അതിനകത്തുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.